ശരിക്കും സ്ഥലം ആലപ്പുഴ. ആലപ്പുഴ. ജനിച്ചു വളർന്ന ആലപ്പുഴ. ഞാൻ തൊട്ടിപ്പുറത്താ. അതെ, വലിയ ഞങ്ങൾ അമ്പലപ്പുഴയും ഹരിപ്പാടും. അതെ അതെ അതെ. ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥലം കൈനഗിരി, അമ്മയുടെ സ്ഥലം ചേർത്തല. പക്ഷെ വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടിക്കാലം മുതൽ ആലപ്പുഴ പുന്നപ്ര ആണ്. ഏത് കോളേജിലാണ് പഠിച്ചേ? ആലപ്പുഴ SD കോളേജിൽ പഠിക്കുന്നവർ. രാധാകൃഷ്ണ സാറൊക്കെ അവിടെ പഠിച്ചത്. പിന്നെ ചേട്ടൻ പഠിച്ചു, നമ്മുടെ നെടുമുടി വേണിച്ചേട്ടന്, ഫാസിൽ, ഇവരെല്ലാം SD കോളേജിന്റെ പ്രോഡക്ട്സ് അല്ലേ. ഞാനവിടെ ഡിഗ്രി വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് അപ്പൊ അവിടെ ഈ കലാപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ എന്തെങ്കിലും? പിന്നെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രി സമയത്ത് മുതൽ കോളേജിലെ സ്ഥിരം ഓർക്കസ്ട്ര പാട്ട്. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഗാനമേളകൾക്ക് പാടി തുടങ്ങുന്നത്. അവിടുന്ന് നേരെ ആദ്യമായിട്ട് ഗാനമേളയ്ക്ക് പാടിയ പാട്ട്? ആദ്യമായിട്ട് ഗാനമേളയ്ക്ക് പാടി ഓപ്പണിംഗ് സോങ് ആയിട്ട് പാടുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഗാനമേളയ്ക്ക് ആദ്യം പാടും. ആ സമയത്ത് ഇറങ്ങിയ ഒരു ഹിറ്റ് പാട്ടായിരുന്നു തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം എന്ന് പറഞ്ഞ പാട്ടുണ്ടായിരുന്നു. തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ദരിവാസരം, തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം, തൻ തങ്കത്തൂവൽ കുടഞ്ഞു വിണ്ണിലും ഈ മണ്ണിലും നിലപാടുമ്പോൾ പുലരിയതിലാടുമ്പോൾ സൂര്യവദനം ദീപനാളങ്ങളായി, തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം. അങ്ങനെ എന്താണ്, കോളേജിലെ സ്റ്റാറായി അല്ലേ? പ്രീ ഡിഗ്രി അല്ലേ? പ്രീ ഡിഗ്രി. അപ്പൊ ആ സമയത്ത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് മത്സരിച്ചു. ഈ പാട്ട് എല്ലാ ക്ലാസ്സിലും പോയി. എനിക്ക് ഒരു വളരെ സന്തോഷമുള്ള ഒരു ഓർമ്മയാണത്. ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോഴാണ് മലയാളത്തിലെ ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമകൾ റിലീസ് ചെയ്തത്. SSLC എക്സാമിനേഷൻ കഴിഞ്ഞ് നേരെ പോയി ആദ്യം കണ്ട സിനിമ ഹിസൈനസ് അബ്ദുള്ളയാണ്. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെയാണ് ഞാൻ ഗന്ധർവൻ റിലീസ് ചെയ്തത്. അപ്പം ദേവി എന്ന് പറഞ്ഞ പാട്ടും ദേവാങ്കണം ഗോപിക വസന്തം ചേട്ടൻ പാടി നാദരൂപിണി. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് തന്നെയാണ് തൊട്ടടുത്ത് അമരം റിലീസ് ചെയ്തു. അതിലെ അഴകി, പുലരെ പൂങ്കോടിയിൽ, വികാരം, ഇതെല്ലാം കോളേജിൽ പാടും. തൊട്ട് പറയ ഉള്ളടക്കം വരുന്നു. അതിലെ അന്തിവെയിൽ പൊന്നൂരും അതിലെ മായാത്ത മാരിവില്ലിതാ, മായാത്ത മാരിവില്ലിതാ, ആയിരം വസന്തമിന്നിതാ, പൂഞ്ചോലയിൽ അപ്പൊ അങ്ങനെ സജീവമായിട്ട് ഈ പാട്ടിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയമുണ്ടോ കൂടെ? അതിന്റെ അത് പറഞ്ഞ ഫസ്റ്റ് ഇയർ ഞാൻ റെപ്രസെന്റേറ്റീവ് മത്സരിച്ച് ജയിച്ചു. ഏത് പാർട്ടിയിലാണ്? SFI. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പിന്നെയും ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോൾ പിന്നെയും കോളേജ് ഇലക്ഷന് കാൻഡിഡേറ്റ് ആവാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി ആയി കോളേജ് യൂണിയൻ. ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചെന്നാ ഇനി പാട്ടും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഗാനമുള്ള ട്രൂപ്പിൽ പാടാൻ തുടങ്ങി. ഒരു ഗുണം എന്താണെന്നറിയോ, ഈ ഒരു പാട്ടുകാരൻ ഒരു പൊളിറ്റീഷ്യനായിട്ട് മാറുമ്പോഴത്തേക്ക്, അല്ലെ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോഴത്തേക്ക് വോട്ട് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം പാട്ട് പാടി നമ്മൾ വശത്താക്കും. തീർച്ചയായിട്ടും എല്ലാ ക്ലാസ് റൂമിലും കയറി പാടും. അന്ന് ഈ സർഗമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. സംഗീതമേ അമരസല്ലോ സ്റ്റേജ് ക്ലാസ്സിൽ കയറിയിട്ട് പാടും. അപ്പൊ ആദ്യം പറയും, എനിക്ക് ദയവായി വോട്ട് നൽകണം, ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, മറ്റാണ് മറിച്ചാണെന്നെല്ലാം പറയും. ഈ ക്ലാസ്മേറ്റ്സ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ തന്നെ ആയിരിക്കത്തില്ല അനൗൺസ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഇന്ന ആള് നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുകയാണ്. അനൗൺസ് ചെയ്യുന്നതിൽ ഒരാൾ ഇന്ന് അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, ശരത്ചന്ദ്രൻ, ന്യൂസ് പ്രസന്റർ. ശരത്ത് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു. അപ്പൊ ശരത്തൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി ഒരു ഗാനം ആലോചിക്കും. അപ്പം നേരെ പാടുകയാണ്. വോട്ട് എവിടുന്ന് വന്നെന്ന് ചോദിച്ചാൽ മതി അല്ലേ? അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇയർ ആയപ്പം ഞാൻ വിചാരിച്ചത് അവസാനിപ്പിക്കാമെന്ന്. അതിനൊരു കാരണമുണ്ട്. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജ് ഡേ സെലിബ്രേഷൻ സമയത്ത് ഗാനം, ഞാനിപ്പോൾ പ്രൊഫഷണൽ ട്രൂപ്പിൽ ഗാനമേളയ്ക്ക് പാടും. ഞാൻ ബ്ലൂ ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഓർക്കസ്ട്രയിൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ മുതൽ അവിടെ ഒരു വർഷത്തോളം പോയി. പിന്നെ ആലപ്പുഴ റൈബാൻ സൂപ്പർ ഹിറ്റ്സ് എന്ന് പറഞ്ഞൊരു ക്ലാപ്സ് ഇതിലൊക്കെ മാറി മാറി ഗാനമേളയ്ക്ക് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് കോളേജിലൊരു ഗാനമേള വെച്ചു. അന്ന് കോളേജിലൊരു അക്രമ പ്രശ്നങ്ങളുണ്ടായി, അടിയുണ്ടായി, പിള്ളേർ തമ്മിൽ കത്തിക്കുത്ത്. ഒരു ഔട്ട്സൈഡർ വന്നിട്ട് ഒരു പുറത്തുള്ളൊരു ചെറുപ്പക്കാരനെ കത്തിക്കുത്തിൽ മരിച്ചുപോയി. അങ്ങനെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് പൂട്ടി. അപ്പോൾ എനിക്ക് മടുപ്പ് തോന്നി. ഞാൻ വെച്ച് ഇനി ഈ പൊളിറ്റിക്സും നമ്മുടെ പാട്ടും ഇതെല്ലാമായിട്ട് ശരിയാവില്ല എന്ന് വെച്ചാൽ ഞാൻ കോളേജ് പൊളിറ്റിക്സിന് വിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഫൈനൽ ഇയർ ആയപ്പം പിന്നെയും സമ്മതിക്കുന്നില്ല. കാര്യം ജയിക്കണമെങ്കിൽ നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ് വേണമെന്ന് വെച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ തന്നെ നിർബന്ധിച്ച് വീണ്ടും ചെയർമാൻ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചു. ചെയർമാനായി ഫൈനൽ ഇയർ ഓടിക്കും.